അമ്മാവനും അനന്തരവനും രാവിലെ തന്നെ നേരത്തെ എണീക്കുന്ന ആൾക്കാരാണല്ലോ. പിന്നെന്താ വാതിൽ തുറക്കാത്തത്? ഇതെന്താ കൂർക്കം വലിക്കുന്ന ശബ്ദം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്തോ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും അകത്തു പോയി ഒന്ന് നോക്കിയേക്കാം. എന്തു പറ്റി അനന്തരവ? അല്ല, ഇയാൾ ആരാ? എന്ത് വേഷങ്ങള് ഇത്? ആദ്യം ഇത് പറ. ഞാൻ എത്ര നേരമായി നിങ്ങളുടെ ഡോർബെല്ലിൽ പ്രസ് ചെയ്യുന്നു, നിങ്ങൾ ആരും വാതിൽ തുറന്നില്ല. അമ്മാവന്റെ കൂർക്കമ്പലിയോ? ഇപ്പൊ സംഗതി മനസ്സിലായോ ഞങ്ങൾ എന്തുകൊണ്ടാ വാതിൽ തുറക്കാത്തതെന്ന്? അമ്മാവന്റെ ഈ കൂർക്കമ്പലി കാരണം ഞങ്ങൾ ഒരു വഴിയായിരിക്കുക. രാത്രി മൊത്തം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കൂർക്കമ്പലി ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ഹെഡ്ഫോൺ ഉണ്ടാവലും കൊണ്ട് കാതു മൂടിയിരിക്കുക. അത് കാരണം ഞങ്ങൾ ബെല്ലടിച്ചിട്ട് കേൾക്കാത്തെ. ഓ, ഇത്രയുള്ള കാര്യം. എന്ത് വലിയ പ്രശ്നമുണ്ടായാലും ഈ ഖോജിയുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടല്ലോ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അമ്മാവൻ ഉറങ്ങുമ്പോ മാത്രമേ ഈ മരുന്ന് വായിൽ വെച്ച് കൊടുക്കാവൂ. അമ്മാവ എഴുന്നേൽക്ക്. നിങ്ങൾ ഇന്നത്തെ മരുന്ന് കഴിച്ചില്ല. അതെ, ഒന്ന് എഴുന്നേൽക്കുന്നേ. ഇന്നത്തെ മരുന്ന് നിങ്ങൾ കഴിച്ചില്ലല്ലോ. അമ്മാവന്റെ കൂർക്കമ്പലി ശബ്ദം കേട്ടാത്തൊന്നും എന്താ ഭൂകമ്പം സംഭവിച്ചെന്ന്. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ബഹദൂറെ, പതുക്കെ ബ്രേക്ക് ചവിട്ടണമെന്ന്. പക്ഷെ മാഡം, ഞാൻ അതിന് ബ്രേക്ക് ചവിട്ടിയിട്ടേയില്ല. ഈ അദ്ദേഹത്തിന്റെ കൂർക്കവലി ശബ്ദം കാരണം ആർക്കും ഒന്നും ഉറങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യും? അമ്മാവാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരെ, സത്യത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഹലോ ഖോജിയങ്ങളെ, ഞാൻ അമ്മാവനെന്നൊരു ടാബ്ലറ്റാ കൊടുത്തത്. അല്ല അനന്തരവ, ഒരു ഗുളിക ഞാനും നിന്റെ അമ്മാവന് കൊടുത്തു പോയല്ലോ. എന്തെന്നാ അമ്മായി, നിങ്ങളും ഒരു ടാബ്ലറ്റ് കഴിക്കാൻ കൊടുത്തു? ഒന്നും കൂടി 11 ആയിപ്പോയി. അനന്തരവാ, 2 ടാബ്ലറ്റ് കഴിച്ചാൽ മരുന്നിന്റെ എഫക്ട് തല കുതിരയാവും. അതുകൊണ്ടാണ് അമ്മാവന്റെ കൂർക്കമ്പലി കുറയാതെ കൂടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ലാബിലേക്ക് വാ, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം. പോലീസ് മാഡം, നിങ്ങൾ എന്നെ ഖോജിയങ്ങളുടെ ലാബിലേക്ക് ഡ്രോപ്പ് ചെയ്യോ? എന്താ അനന്തരവ, ഈ കൂർക്കമ്പലിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ എവിടെ വേണേലും കൊണ്ടുപോകാം. എന്നാ പോകാം. അമ്മാവനെ നല്ലോണം നോക്കിക്കോ. ഒന്ന് വേഗം അപ്പൊ ഈ അമ്മാവന്റെ കൂർക്കം വലിയാണല്ലേ സിറ്റിയിൽ ഭൂകമ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ടൂഷ് നഗറിൽ ആർക്കും സ്വൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മൾ എങ്ങനെ രാത്രിയിൽ മോഷ്ടിക്കും? ചേട്ടാ, നമുക്ക് അമ്മാവനെ പുറത്തുള്ള ഏതെങ്കിലും കാട്ടിലെ കൊണ്ടുപോയി വിട്ടാലോ? അപ്പൊ അമ്മാവന്റെ കൂർക്കവലി ശബ്ദം ഫണ്ടൂഷ് നഗറിലോട്ട് വരില്ലല്ലോ. പക്ഷേ ഈ അമ്മാവനെ നമുക്ക് കാട്ടിലേക്ക് സാധാരണ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നിനക്കറിയാമോടാ ഡോൽക്കി, ഈ കൂർക്കം വലി കാരണം ഒരു വണ്ടിയുടെയും അവസ്ഥ കണ്ടില്ലേ നീ? ചേട്ടാ, ഞാനീ മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആരും തെറ്റേക്ക് ചെയ്താലും ഈ വണ്ടിയെ ഒന്നും ബാധിക്കില്ല. അതാകുമ്പോ അമ്മാവന്റെ കൂർക്കവലിയും കേൾക്കണ്ട. അമ്മായി, കുവജിയെങ്കിലും അനന്തരവനോ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അമ്മാവനെ ലാബിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. അമ്മാവന് കൂർക്കവലിക്കുള്ള ശരിക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാ. അമ്മാവനെ വേഗം പൊക്കിക്കൊണ്ടുപോക്കോ. ഈ കൂർക്കമ്പലി തീരാതെ ഫണ്ടൂഷ് നഗറിൽ കണ്ടുപോകരുത്. ഇല്ല, കൊണ്ടുവരില്ല. ഇത് ശരിയാക്കാതെ എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് സ്വൈര്യമായിട്ട് ഉറങ്ങിക്കോ. എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാകുമെന്നേ. ഇനി അമ്മാവന്റെ കൂർക്കമ്പലി ശബ്ദം ഒരു കാരണവശാലും ഫണ്ടൂഷ് നഗറിലേക്ക് എത്തിച്ചേരില്ല.
ഏത് പുതിയ സിംഗമാ വന്നിരിക്കുന്നേ? അവനെന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്റെ ഈ മോൺസ്റ്റർ ട്രക്കിന്റെ പവർ കണ്ടില്ലേ ചേട്ടാ? ഒറ്റ തട്ടിന്റെ ബാഗിലെ ക്യാഷ് മുഴുവനും കിട്ടിയില്ലേ? എല്ലാം നമുക്ക് സ്വന്തം. വനരാജാവേ, എന്തെങ്കിലും ചെയ്യ്. ഈ മനുഷ്യൻ കാരണം ഈ കാടിന്റെ ശാന്തത ആകെ നഷ്ടപ്പെട്ടിരിക്കുക. അതെ, അവൻ എവിടെ നിന്നാണോ വന്നത്? അങ്ങടെ എന്നെ കൊണ്ടുപോയി തള്ളന്നേ. ഐഡിയ. എത്രയും പെട്ടെന്ന് തന്നെ അമ്മാവന്റെ അടുത്തേക്ക് എത്തി. ഇത്രക്ക് സ്വരമുള്ള കൂർക്കവലി ശബ്ദം എന്ന് വെച്ചാൽ അത് തീർച്ചയായും അമ്മാവന്റെ തന്നെയാ. പിന്നെ ആ ശബ്ദം ദേ അവിടെന്നാ വരുന്നേ. എടാ ഡോൽക്കി, നീ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ചേട്ടാ, അമ്മാവൻ വീണ്ടും നമ്മുടെ ട്രക്കിന്റെ പുറകിലെത്തിയിരിക്കുന്നു. എന്ത്? ഈ അമ്മാവൻ എങ്ങനെയാ കാട്ടിൽ നിന്നും തിരിച്ചെത്തിയത്? അയാളെ ഈ ട്രക്കിൽ നിന്നും എങ്ങനെയെങ്കിലും എടുത്തെറിഞ്ഞു കളയണം. ഓ അമ്മാവാ, നിങ്ങൾ എന്താ ഈ കുംഭകർണനെ പോലെ ഉറങ്ങുന്നത്? എടോ ബ്രേക്ക് ചവിട്ട്. എടോ ബഹദൂറെ, തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പതുക്കെ ബ്രേക്ക് പിടിക്കണമെന്ന്. എന്നെ ജീപ്പിൽ നിന്ന് ട്രക്കിലേക്ക് പറഞ്ഞയച്ചില്ലേ? ഇവന്മാര് ഫണ്ടൂസ് നഗറിലെ ലോക്കറും അടിച്ചു മാറ്റിക്കൊണ്ട് എസ്കേപ്പ് ആവാണല്ലോ. കള്ളന്മാരെ. അമ്മാവൻ പോയിരിക്കുന്നു. പക്ഷേ പോലീസ് വേണം വന്നിരിക്കുക. എടോ ബഹദൂറെ, താൻ ആ ട്രക്ക് ഫോളോ ചെയ്യേ. അവർ ആ ബാങ്കിൽ കാശ് അടിച്ചോണ്ട് പോവാ. നല്ല രസമുണ്ടായിരുന്നു ചേട്ടാ. നമ്മുടെ ഈ മോൺസ്റ്റർ ട്രക്കിന്റെ മുന്നിൽ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. അവിടെ ഡങ്ക ടോൽക്കി ഒരു മോൺസ്റ്റർ ട്രക്കില് ഫണ്ടൂസ് നഗറിലെ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ടു പോവുക. പക്ഷെ ഇവിടെയാണെങ്കിൽ അമ്മാവന്റെ കൂർക്കം വലിയും. എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ഗാഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അത് യൂസ് ചെയ്ത് അമ്മാവന്റെ കുറുക്കമ്മലിയുടെ എനർജിയെ ബോംബെന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റിയാലോ? അങ്ങനെ ഈ ഖോജിക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള ഒരു ഗാഡ്ജറ്റും ഈ ലോകത്തില്ല. അനന്തരവാ, ഞാൻ പോലീസ് മാനത്തിന്റെ ജീപ്പിന്റെ പാർട്സ് വെച്ച് അമ്മാവന് ഒരു മിനി ട്രോളി റെഡിയാക്കി. ഈ ട്രോളിയെ നിനക്ക് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ നോസ് മാസ്കില് ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. ഇത് അമ്മാവന്റെ കൂർക്കമ്പലിയുടെ എനർജിയെ കറക്റ്റ് ദിശയിലേക്ക് വിടും. പിന്നെ അമ്മാവന്റെ കൂർക്കമ്പലി ബോംബ് പൊട്ടിത്തെറിച്ച പോലെയാകും. ഇനി അമ്മാവന്റെ ആ കൂർക്കമ്പലി ഡങ്ക